കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എളമരം കരീം, NDA സ്ഥാനാർത്ഥി MT രമേശ്, വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ, NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണ എന്നിവരാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയത്. രാവിലെ 10 മണി മുതൽ സിവിൽ സ്റ്റേഷൻ പരിസരമാകെ തെരഞ്ഞെടുപ്പ് ഓളത്തിലായിരുന്നു. കലക്ടറേറ്റും പരിസര പ്രദേശങ്ങളുമെല്ലാം പാർട്ടി നേതാക്കളെ കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും തിങ്ങി നിറഞ്ഞു. കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്നതിന്റെ വൈബിലായിരുന്നു സിവിൽ സ്റ്റേഷൻ പരിസരം. 2 മണ്ഡലങ്ങളിൽ നിന്നായി 4 സ്ഥാനാർത്ഥികൾ എത്തുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നതിനും പിന്തുണ നൽകുന്നതിനും പ്രവർത്തകർ രാവിലെ തന്നെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് കാത്തുനിന്നു. 11 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആദ്യ സ്ഥാനാർത്ഥി എത്തി. കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എളമരം കരീം. താഴെ സിവിലിൽ കാത്തുനിന്ന പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് അദ്ദേഹം കലക്ടറേറ്റിലേക്ക് എത്തിയത്. തുടർന്ന് വരണാധികാരിയായ സ്നേഹിൽ കുമാർ സിംഗിന് നാമനിർദ്ദേശ പത്രിക നൽകി. 3 സെറ്റ് പത്രികയാണ് എളമരം കരീം സമർപ്പിച്ചത്. LDF നേതാക്കളായ PA മുഹമ്മദ് റിയാസ്, TP രാമകൃഷ്ണൻ, MV ശ്രേയാംസ് കുമാർ, KK ബാലൻ എന്നിവർക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക നൽകാനായി എളമരം കരീം എത്തിയത്. നല്ല ആത്മവിശ്വാസമാണ് ഉള്ളതെന്നും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും എളമരം കരീം നാമനിർദ്ദേശ പത്രിക നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ നല്ല ആവേശമുണ്ടെന്നാണ് ഇതുവരെ പങ്കെടുത്ത പരിപാടികളുടെ ഒരു അനുഭവം. തീർച്ചയായിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെക്കാൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം രാജ്യം ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ നന്നായി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. 11:30 NDA സ്ഥാനാർത്ഥി MT രമേശ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തി. 2 സെറ്റ് പത്രികയാണ് അദ്ദേഹം വരണാധികാരി സ്നേഹിൽ കുമാർ സിംഗിന് മുൻപാകെ സമർപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, P രഘുനാഥ്, K നാരായണൻ, ഷൈജു തുടങ്ങിയവർക്കൊപ്പമായിരുന്നു MT രമേശ് എത്തിയത്. കേരളം മോദിയുടെ ഗ്യാരണ്ടിയുടെ കൂടെയാണെന്നും ഭീകരവാദികളെ കൂട്ടുപിടിച്ച് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകുമെന്ന് MT രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഭീകരവാദ ശക്തികളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെ തോൽപ്പിക്കാമെന്നുള്ള UDF-ന്റെയും LDF-ന്റെയും വൃഥാശ്രമം അത് ഫലപ്രദമാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകും. കേരളവും കോഴിക്കോടും മോഡിയുടെ ഗ്യാരണ്ടിയുടെ പുറകെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPയുടെയും ജമായത്തെ ഇസ്ലാമിയുടെയും പുറകിലല്ല കേരളമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPM-നും കോൺഗ്രസിനും ബോധ്യമാകും. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയാണ് പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. വടകര ലോക്സഭാ മണ്ഡലം വരണാധികാരി K അജീഷിനു മുമ്പാകെയാണ് KK ശൈലജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 4 സെറ്റ് പത്രികയാണ് KK ശൈലജ സമർപ്പിച്ചത്. നേതാക്കളായ P മോഹനൻ, TP രാമകൃഷ്ണൻ, EK വിജയൻ, KP മോഹനൻ തുടങ്ങിയവർ കൂടെയുണ്ടായിരുന്നു. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നതെന്ന് KK ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളൊരു പ്രത്യേക രാഷ്ട്രീയ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാകുന്നുവെന്ന് കാണുമ്പോൾ അത് സംരക്ഷിക്കാൻ ഏറ്റവും ശക്തമായി പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ജനങ്ങളോട് ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് പാർലമെൻറ്റിൽ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി ശക്തമായി വാദിക്കാനാണ്. ഏറ്റവും ഒടുവിൽ വടകരയിലെ NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണ നാമനിർദ്ദേശ പത്രികയുമായി എത്തി. വരണാധികാരി K അജീഷിനു മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് പ്രഫുൽ കൃഷ്ണ സമർപ്പിച്ചത്. എരഞ്ഞിപ്പാലത്ത് നിന്ന് തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായാണ് പ്രഫുൽ കൃഷ്ണ കലക്ടറേറ്റിലേക്ക് എത്തിയത്. നേതാക്കളായ KP ശ്രീശൻ, N ഹരിദാസ്, E മനീഷ്, സന്തോഷ് കാളിയത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വടകരയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും വടകരയിലെ ജനങ്ങൾ മോഡിഫൈഡ് വടകരയാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. വടകരയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മോഡിഫൈഡ് വടകരയാണ്. ഇത്രയും നാൾ അത് വടകര മോഡിഫൈഡ് വടകര ആയിരുന്നില്ല. പക്ഷേ ഇനി മുതൽ വടകര വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ പ്രതീക്ഷയിലാണ് ജനങ്ങളെല്ലാം തന്നെ. നരേന്ദ്രമോദിജിയുടെ ഭരണ നേട്ടങ്ങൾ അത് കൃത്യമായും വടകരയിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വെള്ളിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.